ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഓരോ പ്രസ്താവനയും ശബരിമല വിശ്വാസികളുടെ മനസ്സിൽ തീക്കോരിടുന്നതിന് തുല്യമായിട്ടുള്ളതായിരുന്നു. ശബരിമലയെയും അവിടുത്തെ ആചാരങ്ങളെയും വിശ്വാസത്തെയുമെല്ലാം ചോദ്യം ചെയ്ത് പരിഹസിച്ച് ശബരിമലയിൽ സന്നിധാനത്ത് യുവതികളെ പ്രവേശിപ്പിക്കുമെന്നുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സംരക്ഷണയിൽ രണ്ടുപേരെ സന്നിധാനത്തെത്തിക്കാൻ വേണ്ടി ശ്രമം നടന്നു. ആ ശ്രമത്തെ വിശ്വാസികളുടെ ചെറുത്തുതോൽപ്പിനൊടുവിലാണ് ശ്രമം പരാജയപ്പെട്ടു പോയത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ആരും അറിയാതെ രാത്രിയുടെ മറവിൽ പോലീസ് സംരക്ഷണയിൽ 2 യുവതികളെ മലകയറ്റിയത് ഈ സർക്കാരാണ്. സർക്കാരിന്റെ തീരുമാനവും സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസുകാര് ആ 2 ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ തയ്യാറാക്കി അവരെ പോലീസ് സംരക്ഷണയിൽ പല സ്ഥലത്തും താമസിപ്പിച്ച് ആരും അറിയാതെ സന്നിധാനത്ത് കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. യുവതികൾ കയറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാലോകരോട് വിളിച്ചു പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. എന്തോ വലിയ വിപ്ലവം ജയിച്ചു എന്ന രീതിയിൽ മുഖ്യമന്ത്രി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സന്നിധാനത്ത് യുവതികൾ പ്രവേശിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അതിന്റെ അർത്ഥം അത് ഗവൺമെന്റ് തീരുമാനമായി. അപ്പൊ അങ്ങനെ ശബരിമലയെ തകർക്കാൻ സുപ്രീം കോടതി വിധികളെ മറപിടിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളെയും ശബരിമല സന്നിധാനത്തെയും തകർക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഇന്നിപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി അതെല്ലാം മറന്ന് യൂട്ടേൺ അടിക്കുമ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പ്രധാനം എന്ന നിലപാട് ഇപ്പൊ സ്വീകരിക്കുമ്പോൾ പഴയതെല്ലാം അത്ര പെട്ടെന്ന് മറക്കണം എന്നാണോ മുഖ്യമന്ത്രിയും CPM കരുതുന്നത്? അതെല്ലാം അങ്ങനെ മറക്കുന്ന കാര്യമാണോ? ഈ വെളിപാടിന് പിറകിൽ ഇപ്പോഴുള്ളതെന്താണ്? 2018 സർക്കാർ സ്വീകരിച്ച സമീപനവും 2026 സ്വീകരിക്കുന്ന സമീപനവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ജനങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. 2018 വിശ്വാസമോ ആചാരമോ അല്ല പ്രധാനം, പുരോഗമനമാണ്, നവോത്ഥാനമാണ്, സ്ത്രീകൾ പ്രവേശിക്കേണ്ടതാണ്, സുപ്രീം കോടതി വിധിയാണ് അന്തിമം, ആ വിധി നടപ്പിലാക്കും, ഏത് വിധേനയും നടപ്പിലാക്കും, ഇതെല്ലാം പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പൊ മാറ്റിപ്പറയുന്നതിന് പിറകിലുള്ള കാരണം എന്താണ്? ഇത് മുഖ്യമന്ത്രിയും സർക്കാരും വിശദീകരിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ വിശദീകരിക്കാതെ അവർക്ക് ഇക്കാര്യത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ എന്തെല്ലാം നാടകങ്ങളായിരുന്നു ഈ ഗവൺമെന്റ് നടത്തിയത്. 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് വനിതാ മതിൽ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ സ്പോൺസേഡ് ആയിട്ട് പരിപാടി സംഘടിപ്പിച്ചത്. ആ വനിതാ മതിലിനെ ഈ ഗവൺമെന്റ് ഇപ്പൊ തള്ളി പറയുന്നുണ്ടോ? അന്ന് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? ഖജനാവിലെ 50 കോടി പണം ചെലവഴിച്ചത് പാഴിലായിപ്പോയി, അത് ധൂർത്തായിപ്പോയി എന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ നവോത്ഥാന സമിതി, അന്നുണ്ടാക്കിയ നവോത്ഥാന സമിതി ഈ സർക്കാർ പിരിച്ചുവിടുമോ? ഇതിനെല്ലാം മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭമുണ്ട് കേരളത്തിൽ. 10,000-കണക്കിന് അമ്മമാരും സഹോദരിമാരും അടക്കം തെരുവിലിറങ്ങി നാമജപ ഘോഷയാത്ര നടത്തിയിട്ടാണ് ഈ സർക്കാരിന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചത്. അങ്ങനെ സമാധാനപരമായി തെരുവിൽ നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 10,000-കണക്കിന് ആളുകളുടെ പേരിൽ കള്ളക്കേസെടുത്തു ഈ ഗവൺമെന്റ്. ആ കേസുകളെല്ലാം ഇപ്പോഴും നടക്കുകയാണ്. നിരപരാധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് കള്ളക്കേസെടുത്തത്. ദർശനത്തിന് പോയിട്ടുള്ള ചെറിയ കുട്ടികളെ, സന്നിധാനത്ത് ദർശനത്തിന് പോയിട്ടുള്ള ചെറിയ കുട്ടികളടക്കമുള്ള സ്വാമിമാർക്കെതിരായി കേസെടുത്തിട്ടുണ്ട്. ആ കേസുകളെല്ലാം ഈ പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം, അല്ലെങ്കിൽ തയ്യാറാകുമെന്ന് അവർ പറയണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പ്രധാനമെന്ന് ഇന്നിപ്പോ സർക്കാർ പറയുമ്പോൾ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളുകളെയാണ് അന്ന് കള്ളക്കേസിൽ ചുമത്തി ജയിലടച്ചിരുന്നത്. അപ്പൊ അത് തെറ്റായിപ്പോയി എന്ന് പറയണം. ആ കേസുകൾ പിൻവലിക്കണം. 2018 ഈ രാജ്യത്തെ അയ്യപ്പ വിശ്വാസികളോട് തങ്ങൾ നടത്തിയിട്ടുള്ള ഈ കൊടും ക്രൂരതക്ക് നിരുപാധികം മാപ്പ് പറയാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്.
അതോടൊപ്പം ആ കേസുകളെല്ലാം പിൻവലിക്കണം. അയ്യപ്പ വിശ്വാസികളെ അപമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ പരമ്പരകളുണ്ട്. അതെല്ലാം തെറ്റായിപ്പോയി എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അതല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ വിശ്വാസികളുടെ വോട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഒരു യൂടേൺ നടത്തിയാൽ അതെല്ലാം വെള്ളം കൂടാതെ അയ്യപ്പ വിശ്വാസികൾ വിഴുങ്ങുമെന്നാണ് മുഖ്യമന്ത്രിയും സർക്കാരും കരുതെങ്കിൽ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ രാജ്യത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ 2018 പിണറായി വിജയന്റെ ഭരണകൂടം നടത്തിയിട്ടുള്ള കൊടും ക്രൂരത അതവർക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. അതവർ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ അവരുടെ നിലപാടൊന്നുകൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാറ്റിനും സമസ്താപരാധം പറഞ്ഞിട്ടാണ് ഈ നിലപാട് സ്വീകരിച്ചത് നമുക്ക് മനസ്സിലാക്കാം. ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, അതിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പുതിയ തീരുമാനമെങ്കിൽ മനസ്സിലാക്കാം. അല്ലാതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പ വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ നാടകം കളിച്ചാൽ അത് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല, അത് വിശ്വാസികൾ ഉൾക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളോട് നിരുപാധികം മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.